ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ 72 ശിഷ്യന്മാരെ അയക്കുന്ന അവസരത്തിൽ ധാരാളം ജോലിക്കാർ ഈ ഈശോയുടെ വഴിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഈശോ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നുണ്ട്. ഈശോ ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ധാരാളം കൊയ്യാനായിട്ട് ഇങ്ങനെ കിടക്കുക, പക്ഷെ വേലക്കാർ പരിമിതമാണ്. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ നാഥനോട്, ദൈവപിതാവിനോ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം കൊയ്തെടുക്കാൻ തക്ക രീതിയിൽ വേലക്കാരെ തരണം. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുവാനായിട്ട്, ദൈവപിതാവിൻ്റെ സ്നേഹം എല്ലായിടത്തും എത്തിക്കുവാനായിട്ട് ധാരാളം ആളുകൾ, ധാരാളം ദൈവവിളികൾ, ധാരാളം പ്രേക്ഷിത വിളികൾ ഈ ലോകത്തിലുണ്ടാകണം. അതിനുവേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണമെന്ന നിൻ്റെ കർത്താവ് നിന്നോട് പറയുക. ദൈവവിളിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എപ്പോഴും നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. ധാരാളം ശുശ്രൂഷകൾ ഉയർന്നു വരട്ടെ. ദൈവവിളിയെല്ലാം ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ധാരാളം ശുശ്രൂഷകർ ഉയർന്നു വരട്ടെ. ധാരാളം ആത്മായ ശുശ്രൂഷകൾ ഉയർന്നു വരട്ടെ. നിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്ഥാനം വിളിക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഈശോ, ഈ ലോകത്തിലെ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ധാരാളം വേലക്കാരുണ്ടാവാൻ വേണ്ടി, ധാരാളം നല്ല വിളികൾ ഉയർന്നു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നീ എപ്പോഴും നിക്ഷേപിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ വ്യക്തിക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാ